ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. വാവടയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് കർക്കിടക മാസത്തിലെ വാവിൻ്റെ ദിവസമാണ്. ഞാൻ ഇതിൻ്റെ തലേദിവസം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിതൃക്കൾക്ക് സമർപ്പിക്കാൻ എന്നുള്ളൊരു ഐതിഹ്യത്തിൻ്റെ പുറത്താണ് കേട്ടോ ഈ വാവട ഉണ്ടാക്കി നീതിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതാ ഒരു 5 മണിയോട് സമയമായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് ആണ് ഈ അടയുടെ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിതാ നൈസ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഇടിയപ്പം പത്തിരി പൊടിയാട്ടോ വാങ്ങിച്ചത്. അതാകുമ്പോൾ നൈസായിരിക്കും. നമ്മുടെ അട നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് കഴിയുമ്പോൾ വരും. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് തിളച്ച വെള്ളത്തിലാണ് കുഴച്ചത്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ആറിയതിന് ശേഷം വേണം കുഴച്ചെടുക്കുക, അല്ല വിവരം അറിയും കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 3 ഫുൾ ഇലയോളം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 ഇത്ര ഇല എടുത്തതിൽ വെച്ച് എനിക്കൊരു 17 അടയോളം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചും എടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റായിരുന്നു എനിക്ക് ആ ഒരു 3 ഇത്രയും ഇല വാങ്ങിച്ചത്. ഞാൻ ഉദ്ദേശിച്ച അത്ര അട എനിക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതിനെല്ലാം ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കണം നമ്മളെ. ഞാൻ ഇത്ര അട ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചേട്ടായിക്ക് കുറച്ച് ഓഫീസിലേക്കും കൊടുത്തു വിട്ടണമായിരുന്നു. പിന്നെ നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ കുറച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ ഇത്ര അട ഉണ്ടാക്കിയത്. ഇത്ര അട ഇവൾ കഴിക്കാനാണോ എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഇതാ നമ്മുടെ ഇലയെല്ലാം വൃത്തിയാക്കി തൂത്ത് നമ്മൾ വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ്, നമ്മുടെ അടയിലേക്കുള്ള ഫില്ലിങ്സാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്. എനിക്കെന്ന് വെച്ചാൽ നന്നായിട്ട് വേണം അടയ്ക്കകത്ത് ഫില്ലിങ്സ്. അപ്പം ഇതാ ശർക്കര എടുത്തിട്ടുണ്ട്. ഞാൻ ശർക്കരയും തേങ്ങയും വെച്ചിട്ടുള്ള അടയാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ശർക്കര ചിരണ്ടി നമ്മൾ ചീക്കി അത്യാവശ്യം ഇത്ര അടയ്ക്കുള്ള ഒരു ഫില്ലിങ്സ് നമ്മൾ കരുതണം. അപ്പോൾ അതിനുള്ളത് ചീക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ശർക്കരയ്ക്ക് ഞാൻ തേങ്ങ അപ്പോൾ അതിൽ കുറച്ചേ എടുക്കുന്നുള്ളൂ. ശർക്കരയാണ് കൂടുതൽ വേണ്ടത് കേട്ടോ. തേങ്ങ കുറച്ച് മതി. പിന്നെ ഒരു 3-4 ഏലക്കായും കൂടെ ഞാൻ ചതച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കായുടെ മണവും ടേസ്റ്റൊക്കെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഒരു ഏത്തപ്പഴവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഏത്തപ്പഴം നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നല്ലതായിട്ട് എന്താ പറയണ്ടേ, ഇതിൻ്റെ കൂടെ ഒരു നലുത്തിങ്ങനെ ഇറങ്ങും ഈ ആവി തട്ടുമ്പം. എൻ്റെ അത്ര നല്ല പഴുത്ത ഏത്തപ്പഴം അല്ലായിരുന്നു, ഒരു മീഡിയം സൈസായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കകത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് അവലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഇതാണ്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അട ഈ ഇലയിലേക്ക് നമുക്ക് നന്നായിട്ട് ഈ മാവ് നമുക്ക് പരത്തി കൊടുക്കണം. എത്രയും നൈസായിട്ട് തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നു അത്രയും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ അട. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചാട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ കുറേ സ്ഥലങ്ങളിൽ വേവാതെയും അങ്ങനെയൊക്കെ ഇരിക്കും. അതിനാണ് നൈസായിട്ട് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ നടുക്കേക്ക് നമ്മൾ ഈ ഫില്ലിങ്സും കൂടെ വെച്ച് കൊടുത്ത് നമ്മുടെ എല്ലാ അടയും ഇങ്ങനെ നമ്മൾ മടക്കി എടുക്കുക കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് അവിടെ സ്റ്റീമറിൽ വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് മൊത്തം പരത്തി കഴിയുന്ന സമയത്തേക്ക് വെള്ളം തിളച്ച് ആവി വന്ന് തുടങ്ങും. അപ്പോൾ നമ്മുടെ അട ഓരോന്നായിട്ട് നമുക്ക് പെറുക്കി നമ്മുടെ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. 3/4 മണിക്കൂറോളം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ അടയിൽ നിന്ന് വേവിച്ചെടുത്തത്. ആദ്യം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇടുക, അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ ഇടുക. അങ്ങനെ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. എല്ലാ സ്ഥലവും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ എല്ലായിടവും. അതുകൊണ്ട് അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ ഇതാ ഒരു അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ഞാൻ അട എടുത്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നത്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.